ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രത്യേക രീതിയിൽ നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ നാടൻ ചക്കക്കുരുവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അത് നമുക്ക് കഴുകി അരിഞ്ഞ് എടുക്കാം. അപ്പോൾ ദേ നമ്മൾ ചക്കക്കുരുവൊക്കെ അരിഞ്ഞ് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും തേങ്ങാക്കൊത്തും എല്ലാം നമ്മളെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കുന്നതിന് നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരുവും സവാളയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങാക്കൊത്തും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് ചട്ടിയിലൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ വെളുത്തുള്ളിയും കുരുമുളകും അമ്മിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ദേ നമ്മുടെ അരപ്പ് നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ദേ നമ്മുടെ ചക്കക്കുരു ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ചക്കക്കുരുവിലേക്ക് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് സമയം അതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് നമ്മുടെ ഈ ഒരു ചക്കക്കുരുവിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുതേ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.